ഹായ് ഓൾ, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ്. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ന്യൂസ്, US സിങ്ക് ഇറാൻ വെസൽ നിയർ ശ്രീലങ്ക. അതായത് US ഇറാന്റെ IRIS ധേനയെ തകർത്തിട്ടുണ്ട്. സോ അതിന്റെ ഇംപ്ലിക്കേഷൻ കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായി നോക്കുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, ക്ലൈമറ്റ് റിസ്ക് മസ്റ്റ് പ്രോംപ്റ്റ് ഇന്റർനാഷണൽ ലീഗൽ റീഫോംസ്. അതായത് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട് കാര്യങ്ങള് സ്റ്റേറ്റിന്റെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ള, അതായത് ഇന്റർനാഷണൽ ലോയുടെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസിനെ എങ്ങനെ റീകൺസിഡർ ചെയ്യിക്കുന്നു അതിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സെക്കൻഡില് നോക്കുന്നത്. ആൻഡ് തേർഡ് വൺ, റെക്ലെസ് റെക്കേഴ്സ്. അതായത് ഇന്നത്തെ കോൺഫ്ലിക്റ്റ് കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു കൺവെൻഷണൽ രീതിയിൽ നിന്ന് മാറിയിട്ട് ന്യൂക്ലിയർ സെന്റേഴ്സിനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. സോ ഇത് എന്തൊക്കെ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ നമ്മൾ നോക്കുന്നത്. ആൻഡ് ഫോർത്ത് വൺ, ഇന്ത്യ റാങ്ക് സെക്കൻഡ് ഗ്ലോബലി ഇൻ ചൈൽഡ്ഹുഡ് ഒബിസിറ്റി. അതായത് ഇന്ത്യയിൽ ഒബിസിറ്റി, ചിൽഡ്രൻസിന് ഇടയിലുള്ള ഒബിസിറ്റി കാര്യങ്ങൾ വളരെയധികം കൂടിയിട്ടുണ്ട്. സോ അതിന്റെ ഇംപ്ലിക്കേഷൻസ് ഗവൺമെന്റ് അത് ടാക്കിൾ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള മെഷേഴ്സ് ഒക്കെയാണ് നാലാമതായി നോക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, US ഇറാൻ വാർ ഇമ്പാക്ട് ഇന്ത്യൻ റൈസ് ഷിപ്മെന്റ് ടു വെസ്റ്റ് ഏഷ്യ ഡെസ്റ്റിനേഷൻസ്. US ഇറാൻ വാർ എങ്ങനെയാണ് ഇന്ത്യയുടെ അഗ്രികൾച്ചർ എക്സ്പോർട്ടിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ് അവസാനമായിട്ട് നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് ഓരോ ന്യൂസും വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോവാം. സോ ദക്ഷിണ ലേണിംഗ്സിൽ പുതിയ PCM ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ അപ്രോച്ച് ആണ്. ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്, പേഴ്സണലൈസ്ഡ് ഗൈഡൻസ്, 24/7 സപ്പോർട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ പ്രൊമോ കോഡ് ആയിട്ടുള്ള AJ442 യൂസ് ചെയ്യുകയാണെങ്കിൽ 40% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഫസ്റ്റ് ന്യൂസ് നമുക്ക് നോക്കാം. US സബ്മറൈൻ സിങ്സ് ഇറാനിയം വാർഷിപ്പ് നിയർ ശ്രീലങ്ക. സോ ഇസ്രായേലും US കൂടെ ഇറാന് മേലെ ഒരു കോർഡിനേറ്റഡ് അറ്റാക്ക് കാര്യങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ വെസ്റ്റ് ഏഷ്യയിൽ വളരെ അധികം രീതിയിൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് തന്നെയായിരുന്നു ഇപ്പൊ നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് US സബ്മറൈൻ ഇറാനെ ഫ്രൈഗേറ്റ് ആയിട്ടുള്ള IRIS ധേനയെ തകർത്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് ഇന്ത്യൻ ഓഷനിലാണ്. അതേ കണക്ക് ശ്രീലങ്കയുടെ തീരത്തിന് അടുത്താണ്. സോ വെസൽ സങ്ക് ചെയ്തത് ഇറാനിയൻ ഫ്രൈഗേറ്റ് ആയിട്ടുള്ള IRIS ധേനയാണ്. അതേ കണക്ക് തന്നെ 83 ഫാറ്റാലിറ്റീസും 32 പേരാണ് റെസ്ക്യൂ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നതിന് മുന്നേ മിലാൻ 2026 പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ഇറാനിയൻ നാവികപ്പടയുടെ മേലെയായിരുന്നു ഈ ഒരു ആക്രമണം വന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു അറ്റാക്ക് നടന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഏറ്റവും സ്ട്രാറ്റജിക് ഇമ്പോർട്ടന്റ് ഉള്ള ഒരു സ്ഥലത്താണ്. സോ സീ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെ അതിന്റെ അടുത്തൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്ലോബൽ ട്രേഡില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാരിടൈം റൂട്ടിൽ ഒന്നുകൂടിയാണ്. അതേ കണക്ക് തന്നെ വെസ്റ്റ് ഏഷ്യ, സൗത്ത് ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഒക്കെ തന്നെ ഇവിടെ കണക്ട് ചെയ്യുന്ന ഒരു റൂട്ട് കൂടിയാണ് ഇത്. ഓക്കെ, സോ വെസ്റ്റ് ഏഷ്യയുടെ കേസിൽ നോക്കുമ്പോൾ ഗ്ലോബൽ ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പോർട്ടിന്റെ പ്രൈമറി സോഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതേ കണക്ക് തന്നെ സൗത്ത് ഏഷ്യനെ നോക്കുമ്പോൾ അതൊരു എക്കോണമിക് ഹബ്ബാണ്. അതേ കണക്ക് തന്നെ ട്രേഡ് ഡെസ്റ്റിനേഷൻ ആയിട്ട് റാപ്പിഡ് ആയിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. ദെൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ കേസിൽ നോക്കുമ്പോൾ പസഫിക്കിലേക്കുള്ള ഒരു ഗേറ്റ് വേ ആണ്. അതേ കണക്ക് തന്നെ ഒരുപാട് മാനുഫാക്ചറിങ് സെന്റേഴ്സും നമുക്ക് കാണാനായിട്ട് പറ്റും. സോ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഓഷൻ റീജിയൻ ഇത്രയും സിഗ്നിഫിക്കന്റ് ആവുന്നത് നമുക്ക് നോക്കാം. സോ എനർജി ലൈഫ് ലൈനിന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ വൈറ്റൽ ആർട്ടറി ആയിട്ടാണ് നമ്മൾ ഗ്ലോബൽ കൊമേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് വേൾഡിലെ സീബോൺ ഓയിൽ ട്രേഡിന്റെ 80% നടക്കുന്നത് ഇന്ത്യൻ ഓഷൻ റീജിയൻ ത്രൂ ആണ്. അതേ കണക്ക് തന്നെ ഒരുപാട് ക്രിട്ടിക്കൽ ചോക്ക് പോയിന്റ്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സ്ട്രൈറ്റ് ഓഫ് ഹോർമസ്, സ്ട്രൈറ്റ് ഓഫ് മലാക്ക, ബാബ എൽ മൻഡേബ് സ്ട്രൈറ്റ് ഒക്കെ തന്നെ കണക്ട് ചെയ്യുന്നത് ഇന്ത്യൻ ഓഷൻ ത്രൂ ആണ്. അതേ കണക്ക് തന്നെ വളരെയധികം ഒരു ജിയോ പൊളിറ്റിക്കൽ സെൻസിറ്റിവിറ്റി ഉള്ളൊരു റീജിയൻ കൂടിയാണ്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ചൈന, ഇന്ത്യയുടെ ഒക്കെ തന്നെ ഈ ഒരു മേജർ പവേഴ്സിന്റെ ഒക്കെ തന്നെ ഒരു പ്രസൻസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. സോ അങ്ങനെ നോക്കുമ്പോൾ വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. സോ അതാണ് ഈ ഒരു ന്യൂസിൽ പറയുന്നത് പ്രകാരം ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്നത് ഒരു നെഗ്ലക്റ്റഡ് ഓഷൻ അല്ല. ഓക്കെ, 21st സെഞ്ചുറിയുടെ ഒരു മാരിടൈം കോമ്പറ്റീഷൻ ഒരു വേദിയായിട്ട് എന്ത് മാറുകയാണ്? ഇന്ത്യൻ ഓഷൻ മാറുകയാണ്. സോ ഈ ഒരു ഇൻസിഡന്റ് നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ശ്രീലങ്കൻ നേവി വളരെയധികം രീതിയിൽ റെസ്ക്യൂ ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. കാരണം അവര് ഇന്റർനാഷണൽ കൺവെൻഷൻ മാരിടൈം സെർച്ച് ആൻഡ് റെസ്ക്യൂ പ്രകാരമുള്ള അവരുടെ ഒബ്ലിഗേഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ അവർ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു ഡിസ്ട്രസ് സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നമ്മൾ സർക്കംസ്റ്റാൻസുകളോ
അല്ലെങ്കിൽ നാഷണാലിറ്റിയോ കാര്യങ്ങളൊന്നും തന്നെ നോക്കാതെ ആ ഒരു സ്റ്റേറ്റ് ഈ ഒരു തരത്തിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ നടത്തണം എന്നുള്ളതാണ് ഇന്റർനാഷണൽ കൺവെൻഷൻ ഓൺ മാരിടൈം സെർച്ച് ആൻഡ് റെസ്ക്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ശ്രീലങ്ക പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ ഡ്യൂട്ടി ടു അസിസ്റ്റ് അതേ കണക്ക് തന്നെ ഇറാനിയൻ സെയിലേഴ്സിനൊക്കെ തന്നെ അസിസ്റ്റൻസ് കാര്യങ്ങൾ അവർ നൽകിയിട്ടുണ്ട്. ഈ ഒരു കോൺഫ്ലിക്റ്റ് കണക്കാക്കാതെയായിരുന്നു ശ്രീലങ്ക ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇനി യുഎസിന്റെ നേവി ഡിസ്ക്രിപ്ഷൻ പ്രകാരം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു ടോർപിഡോ ഉപയോഗിച്ച് എനിമി വോർഷിപ്പിനെ ഇങ്ങനെ തകർക്കുന്നത് ആദ്യമായിട്ടാണ്. ഓക്കെ, സോ അത്രയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. കാരണം സബ്മറൈൻ വാർഫെയർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ആണ് യു എസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. സോ നെക്സ്റ്റ് മിലാൻ 2026, അതായത് നമ്മൾ പറഞ്ഞു മിലാൻ 2026 പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടായിരുന്നു ഇവര് മടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്ന്. സോ എന്താണ് ഈ പറയുന്ന മിലാൻ 2026? ഇതൊരു മേജർ മൾട്ടിനാഷണൽ നേവൽ എക്സസൈസ് ആണ്. ഇത് ഹോസ്റ്റ് ചെയ്തത് ഇന്ത്യൻ നേവി ആയിരുന്നു. സോ ഇന്ത്യൻ നേവിയുടെ ആതിഥേയത്വം സ്വീകരിച്ചെത്തിയതായിരുന്നു എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു വസ്തുത. സോ ഹോസ്റ്റ് നേഷൻ ഇന്ത്യയാണ്. അതിനൊക്കെ തന്നെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വിശാഖപട്ടണമാണ്. മിലാൻ 2026ന്റെ പ്രൈമറി ഗോൾ ആയിട്ട് നമ്മൾ പറയുന്നത് റീജിയണൽ മാരിടൈം സെക്യൂരിറ്റി അതിനൊക്കെ തന്നെ കോപ്പറേഷൻ കാര്യങ്ങളൊക്കെ തന്നെ എൻഹാൻസ് ചെയ്യുക. സോ ഒരു മൾട്ടിനാഷണൽ ഇന്റർഓപ്പറബിലിറ്റി കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ മിലാൻ എന്ന് പറയുന്നത് റീജിയണൽ സെക്യൂരിറ്റിയുടെ കോർണർ സ്റ്റോൺ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇൻഡോ പസഫിക് റീജിയനിലുള്ള വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിന്റെ ഇടയ്ക്കുള്ള ആ ഒരു ഫ്രറ്റേണിറ്റി കാര്യങ്ങളൊക്കെ തന്നെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട്. സോ ഇത് കഴിഞ്ഞതിന് ശേഷം മടങ്ങുമ്പോഴാണ് ഇവർക്ക് ഇങ്ങനെ ഒരു അറ്റാക്ക് കാര്യങ്ങൾ നേരിടേണ്ടി വന്നത് എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ളൊരു വസ്തുതയാണ്. സോ ഇന്ത്യനെ സംബന്ധിച്ചിട്ടുള്ള സ്ട്രാറ്റജിക് ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇന്ത്യയുടെ ഇമ്മീഡിയറ്റ് മാരിടൈം നൈബർഹുഡിലാണ് ഈ ഒരു ഇഷ്യൂ നടന്നിട്ടുള്ളത്. അതായത് ശ്രീലങ്കയിലാണ് ഈ ഒരു കപ്പല് തകർത്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെയാകുമ്പോൾ ഇന്ത്യ ഇവിടെ ഒരു സ്ട്രാറ്റജിക് ന്യൂട്രാലിറ്റി കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതൊരു കോംപ്ലക്സ് ടാസ്ക് ആണ്. കാരണം ഇന്ത്യക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ടും അതേ കണക്കിന് ഇറാനുമായിട്ടും റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഒരു സ്ട്രാറ്റജിക് ന്യൂട്രാലിറ്റി ആയിരിക്കും ഇന്ത്യ ഇവിടെ സ്വീകരിക്കുക. അതേ കണക്ക് തന്നെ സീ ലൈൻസ് കാര്യങ്ങളുടെ ഒക്കെ തന്നെ പ്രൊട്ടക്ഷൻ അത് നാഷണൽ ഇൻട്രസ്റ്റിന്റെ കോർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇന്ത്യയുടെ എനർജി ഇമ്പോർട്ടന്റ് ആയാലും അതേ കണക്ക് തന്നെ ഇന്റർനാഷണൽ ട്രേഡിനെ ആയാലും ഒക്കെ തന്നെ വളരെയധികം വൈറ്റൽ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ സെക്യൂരിറ്റി കൺസേൺസ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വരുന്നുണ്ട്. സർവൈലൻസ് കാര്യങ്ങൾ ഇന്ത്യൻ ഓഷൻ റീജിയനിൽ വളരെയധികം ഇൻക്രീസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത അതേ കണക്ക് തന്നെ പെട്രോളിംഗ് ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡിപ്ലോമാറ്റിക് ബാലൻസ് ഒരു ഡി എസ്കലേഷൻ കാര്യങ്ങളൊക്കെ തന്നെ അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതേ കണക്ക് തന്നെ റീജിയണൽ ഫോറംസ് ത്രൂ ഈ ഒരു മാരിടൈം സ്റ്റെബിലിറ്റി കാര്യങ്ങൾ തിരികെ കൊണ്ടുവരാനുള്ള മെഷേഴ്സ് ഇന്ത്യ കൈക്കൊള്ളണം. ദെൻ എക്കോണമിക് സെക്യൂരിറ്റിയുടെ കേസിൽ നോക്കുമ്പോൾ ക്രിട്ടിക്കൽ സീ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ട്രേഡ് കാര്യങ്ങളൊക്കെ നടക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയുണ്ട്. സോ അത് പ്രൊട്ടക്ട് ചെയ്യേണ്ടതിന്റെ ബാധ്യതയും ഇന്ത്യക്ക് ഇവിടെ ഉണ്ട്. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ മിലാൻ എക്സൈസ് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ നേവി ആയിരുന്നു ആതിഥേയത്വം വഹിച്ചിട്ടുണ്ടായിരുന്നത്. വിശാഖപട്ടണത്തായിരുന്നു. റീജിയണൽ മാരിടൈം സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരുന്നു. ദെൻ ഇന്റർനാഷണൽ കൺവെൻഷൻ ഓൺ മാരിടൈം സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്ന് പറയുന്നത് ഇതൊരു ലീഗൽ ഫ്രെയിംവർക്ക് ആണ്. ഡിസ്ട്രസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരുന്ന വെസൽസിന് ആ ഒരു ഒബ്ലിഗേറ്റിംഗ് സ്റ്റേറ്റ്സുകളൊക്കെ തന്നെ അസിസ്റ്റ് കാര്യങ്ങൾ നൽകുക എന്നുള്ളതാണ്. ദെൻ ചോക്ക് പോയിന്റ്സുകളുടെ ജോഗ്രഫി അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമസ് അതേ കണക്ക് തന്നെ മലാക്ക ബാബൽ മെൻഡേബ് സ്ട്രേറ്റുകളെ കുറിച്ചൊക്കെ തന്നെ ഇവിടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. സോ ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റർ പവർ കോമ്പറ്റീഷൻ ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ്. സോ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു റീജിയൻ ആയിട്ട് ഇന്ന് ഇന്ത്യൻ ഓഷൻ റീജിയൻ മാറുന്നുണ്ട്. സോ അവിടെ ഒരു റീജിയണൽ ഫ്രെയിംവർക്ക് മാരിടൈം സെക്യൂരിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു റീജിയണൽ ഫ്രെയിംവർക്കിന്റെ ആവശ്യകതയാണ് ഈ ഒരു ഇൻസിഡന്റ് ചൂണ്ടിക്കാണിക്കുന്നത്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2ലും GS3ലുമാണ് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇന്റർനാഷണൽ റിലേഷൻസ് ഇന്റർണൽ സെക്യൂരിറ്റിയിൽ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഒരു എഡിറ്റോറിയൽ നമുക്ക് നോക്കാം. ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇന്റർനാഷണൽ ലോ റീഷേപ്പിംഗ് ഗ്ലോബൽ ഗവേണൻസ്. സോ ഈ ഒരു എഡിറ്റോറിയലിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട് സ്റ്റേറ്റുകളെയൊക്കെ തന്നെ വളരെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാകുമ്പോൾ ഇന്റർനാഷണൽ ലോയുടെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ് മൊത്തത്തിൽ റീഷേപ്പ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത വരുന്നുണ്ട്. സോ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് നോക്കുമ്പോൾ ആകെ നമുക്ക് കാണാൻ പറ്റുന്നത് ബർഡൻ ഷെയറിംഗ് കാര്യങ്ങൾ അതേ കണക്ക് തന്നെ വളരെയധികം രീതിയിൽ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ സോഷ്യോ എക്കോണമി ഹാംസ് റെഡ്യൂസ് ചെയ്യാനുള്ള മെഷേഴ്സുമാണ്. സോ അതിനപ്പുറം ഒരു ക്ലൈമറ്റ് ചേഞ്ചിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ കാണാറില്ല. സോ എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്ട് കാര്യങ്ങൾ സ്റ്റേറ്റുകളുടെ ഒക്കെ തന്നെ ഇന്റർനാഷണൽ ലോയ്ക്ക് ഒരു പുതിയ നിർവചനം കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നോക്കാനായിട്ട് പോകുന്നത്.
സോ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡയമെൻഷണൽ ചലഞ്ച് ആണ്. എൻവയോൺമെന്റൽ, ലീഗൽ ആൻഡ് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. സോ ഏതൊക്കെ ഏരിയാസിനെ അഫക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് സോവറിറ്റി, സ്റ്റേറ്റ്ഹുഡ് ക്രൈറ്റീരിയ, മൈഗ്രേഷൻ, മാരിടൈം ബൗണ്ടറീസിനൊക്കെ തന്നെ അഫക്ട് ചെയ്യുന്ന ഒരു ബ്രോഡർ വിഷയമാണ് ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച്. സോ എന്തൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കും? നമ്മൾ ഇവിടെ എടുക്കുന്നത് ടെമ്പറേച്ചർ റൈസ് കാരണം സീ ലെവൽ റൈസ് കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അതെങ്ങനെയാണ് ഇന്റർനാഷണൽ ലോയിനെ റീഷേപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനെ വെച്ച് ഒരുപാട് ഡിബേറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ UNFCCCയിലും കോപ്പിലും ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ പെർമനന്റ് സോവറിറ്റി ഓവർ നാച്ചുറൽ റിസോഴ്സസ്, PSNR. സോ ഇതിന്റെ ഒരു ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സുകളൊക്കെ തന്നെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് സ്റ്റേറ്റിന് അവരുടെ ടെറിട്ടറിക്കുള്ളിൽ ഉള്ള നാച്ചുറൽ റിസോഴ്സ് ആണെങ്കിൽ അതിന് സോവറിൻ റൈറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ എൻഷുർ ചെയ്യുന്നതാണ് PSNR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ കൺസേൺസ് കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഡെവലപ്മെന്റ് വേഴ്സസ് എൻവയോൺമെന്റ് എന്നൊരു കോൺഫ്ലിക്റ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. കാരണം പലപ്പോഴും എൻവയോൺമെന്റ് പേരിൽ വരുന്ന റെസ്ട്രിക്ഷൻസ് അവരുടെ എനർജി സെക്യൂരിറ്റിനെ ആയാലും എക്കോണമിക് ഗ്രോത്തിനെ ആയാലും ഒക്കെ തന്നെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സ്റ്റേജ് ആണ് നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസിന്റെ കേസിൽ കാണുന്നത്. അതേ കണക്ക് തന്നെ ഒരു ഫെയർ അസസ് ആയിട്ടുള്ള കാർബൺ ന്യൂട്രൽ ടെക്നോളജീസ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ട്രാൻസിഷൻ കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം കുറവാണ്. അത് എൻഷുർ ചെയ്യേണ്ടതിന്റെ ആവശ്യകത, ടെക്നോളജിക്കൽ അസസ് വളരെയധികം ഫെയർ ആക്കേണ്ട ഒരു ആവശ്യകത ഇവിടെ വരുന്നുണ്ട്. അതേപോലെ ഡെവലപ്ഡ് നേഷൻസ് എന്ന് പറയുന്നത് അവര് ക്ലൈമറ്റ് ഫൈനാൻസും അതേ കണക്ക് തന്നെ ടെക്നോളജി ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ തന്നെ മസ്റ്റ് ആയിട്ടും ഡെവലപ്പിംഗ് കൺട്രീസിന് പ്രൊവൈഡ് ചെയ്യണം. സോ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് സ്റ്റേറ്റ്ഹുഡ് നമ്മൾ പറഞ്ഞു. ക്ലൈമറ്റ് ചേഞ്ച് എന്നൊരു മൾട്ടി ഡയമെൻഷണൽ കോൺസെപ്റ്റ് ആണ്. അത് സ്റ്റേറ്റിനെ ആയാലും സ്റ്റേറ്റ്ഹുഡ് അതേ കണക്ക് തന്നെ ടെറിട്ടറീസ്, പോപ്പുലേഷൻ ഒക്കെ തന്നെ വളരെയധികം രീതിയിൽ ബാധിക്കുമെന്ന് പറഞ്ഞു. സോ അതിനെ കുറിച്ച് പറയുന്ന ഒരു കൺവെൻഷനെ കുറിച്ച് നമുക്ക് നോക്കാം. മോൺവിഡിയോ കൺവെൻഷൻ ക്രൈറ്റീരിയ. സോ മോൺവിഡിയോ കൺവെൻഷൻ ക്രൈറ്റീരിയ പ്രകാരം ടെറിട്ടറി അതേ കണക്ക് തന്നെ പെർമനന്റ് പോപ്പുലേഷൻ, ഗവൺമെന്റ്, കപ്പാസിറ്റി ഫോർ റിലേഷൻ, ഇത് ഇത്രയും കാര്യങ്ങൾ വരുമ്പോഴാണ് അതിനെ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുക. സോ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിനൊരു ഡിഫൈൻ ടെറിട്ടറി ഉണ്ടായിരിക്കണം, പെർമനന്റ് പോപ്പുലേഷൻ ഉണ്ടായിരിക്കണം, ഗവൺമെന്റ് ഉണ്ടായിരിക്കണം, അതേ കണക്ക് ഇന്റർനാഷണൽ റിലേഷൻസിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കാര്യങ്ങൾ ഉണ്ടാവണം. പക്ഷേ ഇവിടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ടെറിട്ടറി കാര്യങ്ങളൊക്കെ തന്നെ അണ്ടർ വാട്ടർ കാര്യങ്ങളിലേക്ക് വന്നു പോവുകയാണെങ്കിൽ, ഈ പറഞ്ഞ സീ ലെവൽ റൈസ് കാരണമൊക്കെ തന്നെ ടെറിട്ടറീസിന്റെ കാര്യങ്ങൾ മുങ്ങിപ്പോവുകയാണെങ്കിൽ അങ്ങനെയാകുമ്പോൾ അവരുടെ സ്റ്റേറ്റ് കാര്യങ്ങളെ എക്സിസ്റ്റ് ചെയ്യൂ, അവരെ നമ്മൾ സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യൂ. കാരണം ഈ പറയുന്ന അവരുടെ ടെറിട്ടറി മൊത്തത്തില് എവിടേക്ക് മുങ്ങിപ്പോയിട്ടുണ്ട്, ആ ഒരു വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്ന ഒരു സ്റ്റേജ് വരികയാണെങ്കിൽ അവരെ നമ്മൾ സ്റ്റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യൂ, അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റ്ഹുഡ് കാര്യങ്ങളൊക്കെ തന്നെ സീസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമോ എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. സോ സീ ലെവൽ റൈസ് സ്റ്റേറ്റുകളുടെ ഫിസിക്കൽ എക്സിസ്റ്റൻസിനെ വളരെയധികം രീതിയിൽ ത്രെട്ടൺ ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ലോ ലൈയിങ് ആയിട്ടുള്ള ഐലൻഡ് സ്റ്റേറ്റുകളാണ്. മാലിദ്വീപ്സ് പോലുള്ള സ്റ്റേറ്റുകളെയൊക്കെ തന്നെ വളരെയധികം രീതിയിൽ ഈ ഒരു സീ ലെവൽ റൈസ് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. സോ കാലക്രമേണ അവർക്ക് അവരുടെ സ്റ്റേറ്റ്ഹുഡ് കാര്യങ്ങൾ നഷ്ടമാകുന്ന ഒരു സ്റ്റേജ് വരുമോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. കാരണം ഒരു ഡിഫൈൻ ടെറിട്ടറിനെ കുറിച്ചാണ് മോൺവിഡിയോ കൺവെൻഷൻ ക്രൈറ്റീരിയയിൽ പറയുന്നത്. സോ ഇന്റർനാഷണൽ ലോ എന്ന് പറയുന്നത് സ്റ്റേറ്റുകൾക്ക് അവരുടെ ഫിസിക്കൽ ടെറിട്ടറി ഇല്ലാണ്ട് തന്നെ അഡ്രസ് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് പുതിയൊരു പ്രിൻസിപ്പിൾസ് വെച്ച് നമ്മൾ കണക്കാക്കേണ്ടത്. ഓക്കെ, സോ ഈ ഒരു സ്റ്റേറ്റ്ഹുഡിനെ കുറിച്ച് ഒരുപാട് ഡിബേറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ പെർസ്പെക്റ്റീവ് പ്രകാരം ഒരു എലമെന്റ് ആയിട്ടുള്ള മോൺവിഡിയോ കൺവെൻഷനിലെ ഒരേ ഒരു എലമെന്റ് ആണ് ഈ പറയുന്ന ഡിഫൈൻഡ് ടെറിട്ടറി എന്നുള്ള കാര്യം. സോ അത് നഷ്ടപ്പെട്ടു എന്ന് വെച്ച് അവരുടെ സ്റ്റേറ്റ്ഹുഡ് കാര്യങ്ങളൊന്നും തന്നെ ഒരിക്കലും ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയും എലമെന്റ്സ് അവിടെ ഉണ്ട്. സോ അങ്ങനെയാകുമ്പോൾ ഒരൊറ്റ എലമെന്റ് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഒരിക്കലും ഈ ഒരു സ്റ്റേറ്റ്ഹുഡ് നഷ്ടമായി എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതേ കണക്ക് തന്നെ പസഫിക് ഐലൻഡ് ഫോറം 2023ടെയും നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഡിക്ലറേഷൻ പ്രകാരം ക്ലൈമറ്റ് ചേഞ്ച് ഷുഡ് നോട്ട് ലീഡ് ടു ദ ഡിസപ്പിയറൻസ് ഓഫ് സ്റ്റേറ്റ് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് ക്ലൈമറ്റ് ഇൻഡ്യൂസ്ഡ് മൈഗ്രേഷൻ, അതായത് ക്ലൈമറ്റ് മൈഗ്രൻസ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് കാരണം പലയിടങ്ങളിൽ നിന്നും റെഫ്യൂജികളായിട്ട് മാറ്റപ്പെട്ടിട്ടുള്ള ആൾക്കാർ, അവരെയാണ് നമ്മൾ ക്ലൈമറ്റ് മൈഗ്രൻസ് എന്ന് പറയുന്നത്. സോ അവരെ നമ്മൾ ഒരിക്കലും ലീഗലി റെഫ്യൂജീസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ കറന്റ് ഇന്റർനാഷണൽ ലോസ് പ്രകാരം ക്ലൈമറ്റ് റെഫ്യൂജീസ് എന്നുള്ളൊരു ക്ലൈമറ്റ് മൈഗ്രൻസ് എന്നുള്ളൊരു കാര്യത്തെ ലീഗലി നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. സോ പുതിയൊരു ന്യൂ ലീഗൽ ഫ്രെയിംവർക്ക് കാര്യങ്ങളൊക്കെ തന്നെ UNFCCCയുടെ അണ്ടറിൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ പറയുന്ന ക്ലൈമറ്റ് മൈഗ്രൻസിന്റെ റെക്കഗ്നിഷൻ, പ്രൊട്ടക്ഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് കാര്യങ്ങൾക്കൊക്കെ തന്നെ വളരെയധികം ഫോക്കസ് കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയും ഇതിൽ പറയുന്നുണ്ട്.
ആൻഡ് 1951 പ്രകാരമുള്ള റെഫ്യൂജി കൺവെൻഷൻ പ്രകാരം റെഫ്യൂജീസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ മാത്രമാണ് പെർസിക്യൂഷൻ, വാർ, ഓപ്പറേഷൻ, നോട്ട് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഓക്കെ, സോ 1951 റെഫ്യൂജി കൺവെൻഷനിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് നോട്ട് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്നുള്ളത്. സോ അങ്ങനെയാകുമ്പോൾ ഈ പറഞ്ഞ ക്ലൈമറ്റ് മൈഗ്രൻസിനെ നമ്മൾ ലീഗലി റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ആൻഡ് ഗ്ലോബൽ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ക്ലൈമറ്റ് റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് കാരണം ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഇന്റർനാഷണൽ പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ എൻഷുർ ചെയ്യേണ്ടതിന്റെ ബാധ്യത ലോകത്തിന് മൊത്തത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സോ അതാണ് ഈ ഒരു ന്യൂ ലീഗൽ ഫ്രെയിംവർക്ക് UNFCCCയുടെ അണ്ടറിലുള്ള ഈ ഒരു പ്രൊപ്പോസ്ഡ് റെജീം. സോ നെക്സ്റ്റ് സീ ലെവൽ റൈസ് ആൻഡ് മാരിടൈം ബൗണ്ടറീസിന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ UNCLOS ഫ്രെയിംവർക്ക് പ്രകാരം സോൺസിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ടെറിട്ടോറിയൽ സീ, 12 നോട്ടിക്കൽ മൈൽസ്, അതേകണക്ക് എക്സ്ക്ലൂസീവ് എക്കോണമിക് സോൺസ്, കോണ്ടിനെന്റൽ ഷെൽഫ് ഒക്കെ തന്നെ നമ്മൾ വളരെയധികം രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ബൗണ്ടറീസ് കോസ്റ്റ് ലൈനൊപ്പം മൂവ് ചെയ്യുകയാണെങ്കിൽ മാരിടൈം ടെറിട്ടറി കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെ നമ്മൾ ഡീൽ ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നുണ്ട്. സോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബേസ് ലൈൻസ് കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴുള്ള സ്റ്റേറ്റുകളുടെ ഇൻട്രസ്റ്റിനെ പെർമനന്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനും ഈ ഒരു എഡിറ്റോറിയൽ ചോദിക്കുന്നുണ്ട്. സോ ഗ്ലോബൽ ഗവേണൻസിലുള്ള ഇംപ്ലിക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ ഒരു ലീഗൽ ഓർഡർ ഷിഫ്റ്റ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് റീനെഗോസിയേഷൻ ഓഫ് റിസോഴ്സ് സോവറിറ്റി, മൈഗ്രേഷൻ ലോസിനൊക്കെ തന്നെ ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതേ കണക്കിന് ഡിപ്ലോമാറ്റിക് നെസസിറ്റി, അതായത് കളക്റ്റീവ് ആക്ഷൻ, അതേ കണക്കിന് ഇന്നോവേറ്റീവ് ക്ലൈമറ്റ് ഡിപ്ലോമസിക്കും ഇവിടെ വളരെയധികം രീതിയിൽ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ അനിവാര്യമാണെന്നുള്ളത് ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നുണ്ട്. ഇതിന്റെ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ഇന്റർനാഷണൽ ലോ കാര്യങ്ങളൊക്കെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് മാറേണ്ടതിന്റെ ഒരു ആവശ്യകത. സോ എന്നാൽ മാത്രമേ നമുക്കൊരു സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ തന്നെ എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ഗ്ലോബൽ സ്റ്റെബിലിറ്റി, ഒരു റൂൾ ബേസ്ഡ് ഓർഡർ, എൻവയോൺമെന്റൽ റിയാലിറ്റിയും കൂടെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു റൂൾ ബേസ്ഡ് ഓർഡർ ആണ് ഇവിടെ ഏറ്റവും അനിവാര്യം. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ മോൺവിഡിയോ കൺവെൻഷൻ, സ്റ്റേറ്റ്ഹുഡ് ക്രൈറ്റീരിയ, 1951 റെഫ്യൂജി കൺവെൻഷൻ ഒക്കെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ GS2 GS3 ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇന്റർനാഷണൽ റിലേഷൻ, ഗ്ലോബൽ ഗവേണൻസ്, എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് സെക്യൂരിറ്റി. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം അറ്റാക്സ് ഓൺ ന്യൂക്ലിയർ ഫെസിലിറ്റീസ്. സോ ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവർ കൂടുതലും ടാർഗറ്റ് ചെയ്ത ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിനെയാണ്. സോ വളരെയധികം രീതിയിൽ നമ്മൾ ഈ ഒരു പ്രൊട്ടക്റ്റഡ് സോൺസ് നിന്ന് മാറിയിട്ട് കൂടുതലും സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. സോ മിലിറ്ററി സ്ട്രൈക്സ്, സൈബർ അറ്റാക്ക് ഒക്കെ തന്നെ ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചർ റീജിയൻസിൽ വളരെയധികം ഉണ്ടാകുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ യുക്രൈന്റെ കേസിലായാലും ഇറാന്റെ കേസിലായാലും കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ വളരെയധികം രീതിയിലൊരു ഗ്ലോബൽ കൺസേൺസ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. ന്യൂക്ലിയർ സേഫ്റ്റി, അതേ കണക്കിന് ഇന്റർനാഷണൽ ലോസ് ഒക്കെ തന്നെ എത്രത്തോളം ഫലപ്രദമാണ് ഈ ഒരു ഇഷ്യൂനെ ടാക്കിൾ ചെയ്യാൻ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. സോ കുറച്ച് ഇൻസിഡൻസ് നമുക്ക് നോക്കാം. സഫ്രസിയ ന്യൂക്ലിയർ പവർ പ്ലാന്റില് യുക്രൈനിലാണ്. സോ അവിടെ വളരെയധികം റിപ്പീറ്റഡ് ഷെല്ലിങ്ങും മിലിറ്ററി ഒക്കുപേഷനും ഒക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഫോർദോ ആൻഡ് നഥാൻസ് ഇറാനിലാണ്. US-ന്റെ എയർ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ദെൻ ഇസ്ഫഹാൻ സെന്റർ, അതും ഇറാനിലാണ്. US-ന്റെ ടാർഗറ്റഡ് മിലിറ്ററി സ്ട്രൈക്സ് കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ അപ്പൊ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തുകൊണ്ട് ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചർ? ഓക്കെ, സോ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ നമ്മൾ വെറും ഒരു എനർജി പ്രൊവൈഡേഴ്സ് ആയിട്ട് മാത്രമല്ല കൺസിഡർ ചെയ്യുന്നത്, ഒരു നേഷന്റെ സ്ട്രാറ്റജിക് ഡെപ്തിന്റെ സെന്റർ ആയിട്ട് കൂടിയാണ് നമ്മൾ ന്യൂക്ലിയർ സെന്റേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ആ ഒരു നേഷനെ എൻറ്റയർ ന്യൂക്ലിയർ വെപ്പൺസിന്റെ ഡെവലപ്മെന്റിനെ അത് ബാധിക്കും. അതേപോലെ തന്നെ അവരുടെ എനർജി ഇൻഫ്രാസ്ട്രക്ചറിനെ അത് ബാധിക്കും. അതേപോലെ തന്നെ സ്റ്റേറ്റിന്റെ സ്ട്രാറ്റജിക് ഡിറ്ററൻസ് കേപ്പബിലിറ്റിനെ അത് അണ്ടർമൈൻ ചെയ്യുന്നതായിട്ട് മാറുകയും ചെയ്യും. ഇനി നമ്മൾ നോക്കുന്നത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ റോള് കാര്യങ്ങളാണ്. സോ ന്യൂക്ലിയർ വാച്ച് ഡോഗ് ആയിട്ടാണ് IAEA വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെയാകുമ്പോൾ ന്യൂക്ലിയർ എനർജി കാര്യങ്ങളൊക്കെ തന്നെ പീസ്ഫുൾ പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ എന്നുള്ള തരത്തിലുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും അത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് IAEAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. സോ കോൺഫ്ലിക്റ്റ് സോൺസിലൊക്കെ തന്നെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം അനിവാര്യമാണ്.
സോ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ പറയുന്ന മിസ്ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ തന്നെ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അത് പ്രകാരമുള്ള അറ്റാക്ക് കാര്യങ്ങൾ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ടും സാധിക്കും. സോ IAEAയുടെ ഫങ്ഷൻസ് നോക്കുമ്പോൾ സേഫ് ഗാർഡ് മോണിറ്ററിങ്, അതായത് ന്യൂക്ലിയർ മെറ്റീരിയൽസിനെ വെപ്പൺ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സേഫ്റ്റി ഇൻസ്പെക്ഷൻസ്, അതായത് ന്യൂക്ലിയർ റിയാക്ടേഴ്സിന്റെ ഫിസിക്കൽ ഡാമേജ് കാര്യങ്ങൾ അസസ് ചെയ്യുക. അത് കണക്ക് തന്നെ ക്രിട്ടിക്കൽ കൂളിംഗ് സിസ്റ്റത്തിന്റെ ഡാമേജ് കാര്യങ്ങളൊക്കെ തന്നെ അതിന്റെ ഒരു പ്രോപ്പർ ഹെൽത്ത് ഒക്കെ അസസ് ചെയ്യുക. ദെൻ ഇൻഡിപെൻഡന്റ് റിപ്പോർട്ടിംഗ്, കാരണം ലോകത്തിനൊരു ക്രെഡിബിൾ ഡേറ്റ കൊടുക്കേണ്ട ആവശ്യകത IAEAക്ക് ഉണ്ട്. സോ അങ്ങനെയാവും നമുക്ക് മിലിറ്ററി ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ തന്നെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ടും സാധിക്കും. അത് പ്രകാരം ഉണ്ടാവുന്ന അറ്റാക്കുകളും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. സോ ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ നമ്മൾ നോക്കുമ്പോൾ ഡേഞ്ചറസ് ഫോഴ്സുകളുടെ മേലുള്ള അറ്റാക്ക് കാര്യങ്ങളൊക്കെ തന്നെ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഡാംസ്, ഡൈക്സ് ഒക്കെ തന്നെ ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ വളരെയധികം രീതിയിൽ ഈ ഒരു മേഖലയിലേക്കാണ് ആക്രമണങ്ങൾ കൂടുതൽ വരുന്നത്. സോ ഇങ്ങനെ ആക്രമണങ്ങൾ കൂടുതൽ വരുമ്പോൾ വളരെയധികം ഒരു കാറ്റസ്ട്രോഫിക് ആയിട്ടുള്ള ഫോഴ്സുകൾ ഇവിടെ വരുന്നുണ്ട്. കാരണം മാസ് സിവിലിയൻ കാഷ്വാലിറ്റീസിലേക്കാണ് ഈ ഒരു ഫോഴ്സുകൾ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ജനീവ കൺവെൻഷൻസ് പ്രകാരം ന്യൂക്ലിയർ പ്ലാന്റ്സിന് മേലുള്ള അറ്റാക്ക് കാര്യങ്ങളൊക്കെ തന്നെ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. സോ സിവിയർ ലോസ് കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. ദെൻ അഡീഷണൽ പ്രോട്ടോകോൾസ് കാര്യങ്ങൾ നോക്കുമ്പോൾ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിന് മേലുള്ള പ്രൊട്ടക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. ദെൻ കസ്റ്റമേറ്ററി ലോസും ഒക്കെ തന്നെ ഈ ഒരു പ്രൊട്ടക്റ്റീവ് മെഷറിനെയാണ് എടുത്ത് കാണിക്കുന്നത്. സോ ഈ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷന് മേലുള്ള എൻവയോൺമെന്റൽ റിസ്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെയധികം രീതിയിൽ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സ് റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് cesium-137. സോ cesium-137 എൻവയോൺമെന്റിനെ വളരെയധികം കണ്ടാമിനേറ്റ് ചെയ്യുന്ന ഒരു ഐസോടോപ്പ് ആണ്. സോ അത് നേഷൻ ബോർഡേഴ്സിൽ മാത്രമായിരിക്കില്ല തങ്ങി നിൽക്കുക. ത്രൂ വിൻഡ്, അതേ കണക്കിന് വാട്ടർ സിസ്റ്റം ത്രൂ ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെയാകുമ്പോൾ ഒരു ക്രോസ് ബോർഡർ ക്രൈസിസിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. സോ ഇതിന്റെ ഒരു ഇമ്പാക്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അക്യൂട്ട് റേഡിയേഷൻ ഒരു കാര്യമാണ്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ക്രൈസിസ് പോപ്പുലേഷനിൽ വളരെയധികം ഉണ്ടാക്കും. സോ എമർജൻസി റെസ്പോണ്ടേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ അവിടെ അനിവാര്യമായിട്ട് വരും. ദെൻ ലാൻഡ് കണ്ടാമിനേഷൻ, കാരണം ലോങ് ടേം ലോസ് ഓഫ് ഹാബിറ്റബിൾ ലാൻഡ് കാര്യങ്ങളിലേക്ക് എത്തിക്കും. അങ്ങനെയാകുമ്പോൾ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി വളരെയധികം നഷ്ടപ്പെടും. ദെൻ ഫുഡ് സെക്യൂരിറ്റി, കാരണം ഗ്ലോബൽ ഫുഡ് ചെയിനിലേക്ക് ഈ ഒരു ഐസോടോപ്പ് വളരെ പെട്ടെന്ന് തന്നെ എത്തും. അതിപ്പോ വാട്ടർ ത്രൂ ആയാലും വിൻഡ് ത്രൂ ആയാലും ഒക്കെ തന്നെ വളരെയധികം രീതിയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഫുഡ് സെക്യൂരിറ്റിക്കും വളരെയധികം രീതിയിൽ ഒരു ഇമ്പാക്ട് കാര്യങ്ങൾ ഉണ്ടാവും. സോ ഈ ഒരു കൈനറ്റിക് സ്ട്രൈക്സിനപ്പുറം നമ്മൾ നോക്കുമ്പോൾ മറ്റൊന്നാണ് സൈബർ ത്രെട്ട്. അതായത് ന്യൂക്ലിയർ ഇൻഫ്രാസ്ട്രക്ചറിന്റെ മേലെ ഫിസിക്കൽ ത്രെട്ട് മാത്രമല്ല, അവിടെ വരുന്ന മറ്റൊരു ഇഷ്യൂ ആണ് ഈ പറയുന്ന സൈബർ അറ്റാക്ക്. അതും ഈക്വലി ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ പലപ്പോഴും കൂളിംഗ് സിസ്റ്റത്തെ ഡിസേബിൾ ചെയ്യാനും അതേ കണക്കിന് റിയാക്ടർ കൺട്രോൾസ് മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സോ US തന്നെ റീസെന്റ് ഹാക്കിംഗ് അറ്റംപ്റ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ സൈബർ സെക്യൂരിറ്റി മറ്റൊരു തരത്തിൽ ഇവിടെ വിഷയമായി മാറുന്നുണ്ട്. സോ സൈബർ ത്രെറ്റ് ടൈപ്പ് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് വൺ റാൻസം വെയർ, അതായത് ഓപ്പറേഷണൽ കൺട്രോൾ ഡിസ്ട്രപ്റ്റ് ചെയ്യുക, ഡേറ്റ തെഫ്റ്റ് കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. സിസ്റ്റം സാബോട്ടേഷൻ നമ്മൾ നോക്കുന്നത് മാനിപ്പുലേഷൻ കാര്യങ്ങളൊക്കെയാണ്, ക്രിട്ടിക്കൽ സേഫ്റ്റി പ്രോട്ടോകോൾസിന്റെ. ദെൻ ഡേറ്റ ബ്രീച്ച് ഒക്കെ തന്നെ വിവിധ തലങ്ങളിലുള്ള സൈബർ ത്രെറ്റ് മെത്തേഡ്സുകളാണ്. സോ ഇവിടെ ഏറ്റവും ആവശ്യം നെഗോസിയേഷൻസും റിഗറസ് ആയിട്ടുള്ള വെരിഫിക്കേഷൻ റെജീംസ് കാര്യങ്ങളാണ്. അതാണ് മിലിറ്ററി സ്ട്രൈക്കിനെക്കാളും വളരെയധികം സേഫർ ആയിട്ടുള്ള മെത്തേഡ്സ്. ഡിപ്ലോമാറ്റിക് മെഷേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നമ്മൾ അനിവാര്യമായിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ്. സോ ഡിപ്ലോമാറ്റിക് മെഷേഴ്സിൽ നമ്മൾ നോക്കുന്നത് എൻഹാൻസ്ഡ് ഇൻസ്പെക്ഷൻസ് ആണ്. അതാകുമ്പോൾ ട്രാൻസ്പെറൻസി കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഏർലി വാർണിംഗ് ഓഫ് നോൺ കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ തന്നെ എൻഷുർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ദെൻ ന്യൂക്ലിയർ എഗ്രിമെന്റ്സ്, അതായത് എൻറിച്ച്മെന്റിന് ലിമിറ്റ് കാര്യങ്ങൾ, സ്റ്റോക്ക് പൈലിങ്ങിന് ലിമിറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സാങ്ഷൻസ് റിലീഫ്, അതായത് പീസ്ഫുൾ കോപ്പറേഷന് സഹകരിക്കുന്ന രാജ്യങ്ങൾക്ക് എക്കോണമിക് ഇൻസെന്റീവ്സ് കാര്യങ്ങളൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അതും വളരെ നല്ലൊരു ഡിപ്ലോമാറ്റിക് മെഷർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ IAEAയുടെ സേഫ് ഗാർഡ്സ് ഇമ്പോർട്ടന്റ് ആണ്. cesium-137 റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ആണ്. ദെൻ ജനീവ കൺവെൻഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ ഡേഞ്ചറസ് സ്പോർട്സിന് മേലെ വരുന്നിട്ടുള്ള ജനീവ കൺവെൻഷൻ ഒക്കെ തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് മെയിൻസിൽ നോക്കുമ്പോൾ GS2ലും GS3ലുമാണ് ഇന്റർനാഷണൽ റിലേഷൻ ആൻഡ് ഇന്റർണൽ സെക്യൂരിറ്റിയിൽ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ചൈൽഡ്ഹുഡ് ഒബീസിറ്റി ഇൻ ഇന്ത്യയാണ്. സോ വേൾഡ് ഒബീസിറ്റി അറ്റ്ലസ് 2026 ഇത് റിലീസ് ചെയ്യുന്നത് വേൾഡ് ഒബീസിറ്റി ഫെഡറേഷൻ ആണ്. സോ ഇത് പ്രകാരം ഈ ഒരു ഡേറ്റ പ്രകാരം
വളരെയധികം രീതിയിൽ ചിൽഡ്രന്റെ ഇടയിൽ ഓവർ വെയിറ്റ് കാര്യങ്ങളൊക്കെ തന്നെ കൂടിയിട്ടുണ്ട്. അത് ഇന്ത്യയിലും കൂടിയിട്ടുണ്ട്, അത് കണക്കിന് ഗ്ലോബലിയും വളരെയധികം രീതിയിൽ റൈസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു റിപ്പോർട്ട് ഈ ഒരു വളരെയധികം കോറായിട്ടൊരു ഇഷ്യൂലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതേ കണക്ക് തന്നെ 2025 ചൈൽഡ്ഹുഡ് ഒബേസിറ്റി ഹാഫ് ആക്കുക എന്നുള്ളതായിരുന്നു ഗ്ലോബൽ ടാർഗറ്റ്. അത് കുറയ്ക്കുന്നതിന് പകരം വളരെ അധികം രീതിയിലൊരു ഷാർപ്പ് റൈസ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ ആ ഒരു ടാർഗറ്റ് 2025 നിന്ന് 2030 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് കീ മെട്രിക്സ് നോക്കാം. 2010 ഗ്ലോബൽ സ്റ്റേറ്റസ് 14.6% ആയിരുന്നു ഓവർ വെയിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒബേസിറ്റി ഫേസ് ചെയ്യുന്ന ചിൽഡ്രൻസ്. കറണ്ട് എന്ന് പറയുന്നത് 20.7% ചിൽഡ്രൻ ഒബേസിറ്റി ആണ്. ഓക്കെ, ദെൻ 2040 പ്രൊജക്ഷൻ പ്രകാരം 507 മില്യൺ ചിൽഡ്രൻ ഒബേസിറ്റി കാര്യങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് പ്രഡിക്ഷൻ. സോ ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയും വളരെ അധികം രീതിയിൽ ഒരു ചലഞ്ച് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഹൈ BMI കാര്യങ്ങൾ ചിൽഡ്രനില് ഇന്ത്യക്കും ഉണ്ട്. സോ 14 മില്യൺ കുട്ടികളാണ് ഇവിടെ നമ്മൾ ഒബീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഗ്ലോബലി നോക്കുമ്പോൾ ഇന്ത്യ സെക്കൻഡ് പൊസിഷനിലാണ്. ഫസ്റ്റ് പൊസിഷൻ വരുന്നത് ചൈനയ്ക്കാണ്. സെക്കൻഡ് ഒബേസിറ്റി ആയിട്ടുള്ള ചിൽഡ്രൻ കൂടുതലുള്ളത് ഇന്ത്യയിലാണ്. ഓക്കെ, സോ ഏജ് ഗ്രൂപ്പ് നമ്മൾ നോക്കുമ്പോൾ 5 to 9 ഇയേഴ്സിൽ 15 മില്യൺ ഓവർ വെയിറ്റ് ചിൽഡ്രൻ ആണ്. അഡോളസെന്റ് ഗ്രൂപ്പിൽ 10 to 19 ഇയേഴ്സിൽ 26 മില്യൺ ഓവർ വെയിറ്റ് ചിൽഡ്രൻ ആണ്. ഗ്ലോബൽ റാങ്ക് നോക്കുമ്പോൾ സെക്കൻഡ് പൊസിഷൻ ആണ്. സോ എന്തുകൊണ്ട് ഇത്രയും ഒരു ഓവർ വെയിറ്റ് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്നു? അതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ഇനാക്ടിവിറ്റി ആൻഡ് ഡയറ്റ് ആണ്. കാരണം വളരെയധികം ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽസ് ആണ്. ജങ്ക് ഫുഡ് കൾച്ചറൊക്കെ തന്നെ വളരെയധികം നമ്മുടെ കുട്ടികളുടെ ഇടയിൽ കൂടുതലാണ്. സോ അങ്ങനെയാകുമ്പോൾ ഇന്ത്യയുടെ പബ്ലിക് ഹെൽത്തിൽ തന്നെ വളരെയധികം രീതിയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഈ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്. സോ ഒബേസിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ഫിസിക്കൽ ആക്ടിവിറ്റി ഒട്ടും ഇല്ലാത്തൊരവസ്ഥ. അതായത് 74% ഓഫ് അഡോളസൻസും അവർക്ക് ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റി ലെവൽസ് കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല. ഓക്കെ, അതേ കണക്ക് ഡയറ്ററി ഇഷ്യൂസ്, വളരെയധികം രീതിയിൽ ഷുഗറി ബിവറേജസ് ആണ് നമ്മുടെ കുട്ടികൾ യൂസ് ചെയ്യുന്നത്. സോ അതൊരു ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഒരു ആവറേജ് ആസ് പെർ ഡേ പ്രകാരമുള്ള ഒരു ആവറേജ് കണക്ക് നമ്മൾ നോക്കുമ്പോൾ 50 ml ഷുഗറി ഡ്രിങ്ക്സ് കാര്യങ്ങൾ ഒരു കുട്ടി ഒരു ദിവസം യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ന്യൂട്രീഷണൽ ഗ്യാപ്സും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതായത് 35.5% ചിൽഡ്രൻസിന് മാത്രമാണ് സ്കൂൾ മീലിന്റെ കവറേജ് വരുന്നത്. 32.6% ഓഫ് ഇൻഫൻസിനാണ് സബ് ഒപ്റ്റിമൽ ബ്രസ്റ്റ് ഫീഡിങ് കാര്യങ്ങൾ ലഭിക്കുന്നത്. സോ മെറ്റേണൽ ഹൈ BMIയും വളരെയധികം കൂടുതലാണ്. 13.4% ഓഫ് വുമൻസിന് മെറ്റേണൽ ഹൈ BMI നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഇത് വളരെയധികം രീതിയിൽ ഒരു ലോങ് ടേം കോൺസിക്വൻസ് ഇന്ത്യയിൽ ഉണ്ടാക്കും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ചൈൽഡ് ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വെയിറ്റ് ഇഷ്യൂസ് മാത്രമല്ല, ഇത് പലതരത്തിലുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിലേക്കായിരിക്കും ഈ കുട്ടികളെ കൊണ്ടെത്തിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ തന്നെ ഹൈ BMI കുട്ടികൾക്ക് ഉണ്ടാവുമ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ്, കാർഡിയോവസ്കുലർ ഡിസീസിലൊക്കെ തന്നെ ഇവരെത്താനുള്ള സാധ്യതകളാണ് ഇത് കാണിക്കുന്നത്. സോ ഇന്ത്യയിൽ ഈ പറഞ്ഞ ടൈപ്പ് 2 ഡയബറ്റീസും കാർഡിയോവസ്കുലർ ഡിസീസും ഒക്കെ തന്നെ 2040 കൂടിയിട്ട് വളരെയധികം രീതിയിൽ റൈസ് ചെയ്യുമെന്നും ഈ ഒരു ഡേറ്റയിൽ പറയുന്നുണ്ട്. സോ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ, ടൈപ്പ് 2 ഡയബറ്റീസ്, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടുള്ള ആൻസൈറ്റി ഇഷ്യൂസ്, ഡിപ്രഷൻ, ദെൻ എക്കോണമി ഇമ്പാക്ട് നോക്കുമ്പോൾ പ്രൊഡക്ടിവിറ്റി വളരെയധികം കുറവായിരിക്കും. അതേ കണക്ക് ഹെൽത്ത് കെയർ കോസ്റ്റും ഗവൺമെന്റ് വളരെയധികം കൂടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. സോ പോളിസി മെഷേഴ്സ് നമുക്ക് നോക്കാം. ഫിസിക്കൽ ആൻഡ് റെഗുലേറ്ററി കേസിൽ വേൾഡ് ഒബിസിറ്റി ഫെഡറേഷൻ പറയുന്ന പ്രകാരം വളരെയധികം ഗവൺമെന്റ് ഒരു സ്ട്രോങ് ഇന്റർവെൻഷൻ കാര്യങ്ങൾ ഈ ഒരു മേഖലയിൽ വളരെയധികം അനിവാര്യമാണ്. ഫിസിക്കൽ മെഷേഴ്സും അതേ കണക്ക് സ്ട്രിക്റ്റ് റെഗുലേഷൻസും കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. സോ ഫിസിക്കൽ മെഷേഴ്സ് എന്ന് പറയുന്നത് ഷുഗർ ടാക്സ് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. പല ലോകരാജ്യങ്ങളും നമ്മളത് കണ്ടിട്ടുണ്ട്. സോ ഷുഗർ സ്വീറ്റൻഡ് ബിവറേജസിനകത്തൊക്കെ തന്നെ ഷുഗർ ടാക്സ് കൊണ്ടുവരികയാണെങ്കിൽ അതിന്റെ കൺസപ്ഷൻ കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ആൻഡ് സെക്കൻഡ് വൺ റെഗുലേഷൻ, അതായത് ജങ്ക് ഫുഡ് അഡ്വർടൈസിങ് കാര്യങ്ങളൊക്കെ തന്നെ ചിൽഡ്രൻ പ്രോഗ്രാമിനിടയിൽ ഷോ ചെയ്യുന്നത് ഒഴിവാക്കുക. അതേപോലെ തന്നെ ഇന്റർവെൻഷൻ, സ്കൂൾ ന്യൂട്രീഷൻ സ്റ്റാൻഡേർഡ്സ് വളരെ അധികം സ്ട്രെങ്തൻ ചെയ്യുക. അതേ കണക്ക് തന്നെ കുട്ടികളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി പ്രോഗ്രാംസിനും വളരെയധികം ഇമ്പോർട്ടൻസ് നൽകുക. ഗവൺമെന്റ് ഒരുപാട് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാംസ് ടാക്കിൾ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ന്യൂട്രീഷണൽ സ്റ്റേറ്റസ് കാര്യങ്ങളൊക്കെ തന്നെ ഇംപ്രൂവ് ചെയ്യുക, ഒരു ഹെൽത്തി ആക്റ്റീവ് സ്റ്റൈലിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഭാഗത്തു നിന്നും ഒരുപാട് മെഷേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പോഷൻ അഭിയാൻ, അതായത് ഒരു ഹോളിസ്റ്റിക് ന്യൂട്രീഷൻ മിഷനാണ്. കുട്ടികളിലും അമ്മമാരിലും ഉള്ള മാൽന്യൂട്രീഷൻ കാര്യങ്ങൾ അഡ്രസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ദെൻ PM പോഷൻ, അതായത് സ്കൂൾ ഏജ് ചിൽഡ്രന് മിഡ് ഡേ മീൽസ് ത്രൂ അവരുടെ ന്യൂട്രീഷണൽ സ്റ്റേറ്റസ് കാര്യങ്ങൾ ഉയർത്തുക.
കണക്ക് തന്നെ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, അതായത് ഫിസിക്കൽ ആക്ടിവിറ്റി കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത, അതിലേക്കുള്ള ഒരു ബിഹേവിയറൽ ചേഞ്ച് ആയിട്ടാണ് നമ്മൾ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ ഇന്ത്യക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഡ്യുവൽ ബർഡൻ ഓഫ് മാൽ ന്യൂട്രീഷൻ. കാരണം ഒരേ സമയം തന്നെ അണ്ടർ ന്യൂട്രീഷനും ഇന്ത്യക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, അതേ കണക്ക് തന്നെ ഓവർ ന്യൂട്രീഷനും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ അങ്ങനെയാകുമ്പോൾ ഒരു മൾട്ടി പ്രോങ്ഡ് പോളിസി അപ്രോച്ച് ആണ് ഗവൺമെന്റിന് ഏറ്റവും അനിവാര്യമായിട്ട് വരുന്നത്. അണ്ടർ ന്യൂട്രീഷൻ മീൻസ് പെർസിസ്റ്റന്റ് ഇഷ്യൂസ് ആയിട്ടുള്ള സ്റ്റണ്ടിങ്, വേസ്റ്റിംഗ്, അതേ കണക്ക് തന്നെ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ആണ്. ദെൻ ഓവർ ന്യൂട്രീഷൻ മീൻസ് ഒബിസിറ്റി, അതേ കണക്ക് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ ഒക്കെ തന്നെ റൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ എക്കോണമിക് ഇമ്പാക്ട് നമ്മൾ പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പ്രൊഡക്ടിവിറ്റി കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം കുറയാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ഡിവിഡന്റിന് ഒരു ഫ്യൂച്ചർ പ്രൊഡക്ടിവിറ്റി കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഇഷ്യൂസ് ഒക്കെ തന്നെ വളരെയധികം രീതിയിലൊരു ത്രെട്ട് കാര്യങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് വേൾഡ് ഒബിസിറ്റി അറ്റ്ലസ് റിലീസ് ചെയ്യുന്നത് വേൾഡ് ഒബിസിറ്റി ഫെഡറേഷൻ ആണ്. പോഷൻ അബിയൻ ഇന്ത്യയുടെ ഫ്ലാഗ്ഷിപ്പ് ന്യൂട്രീഷൻ മിഷൻ ആണ്. അതേ കണക്ക് തന്നെ NCD ടാർഗറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നോക്കുക. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് GS2 GS3 ഹെൽത്ത് ആൻഡ് സോഷ്യൽ സെക്ടർ ഹ്യൂമൻ ഡെവലപ്മെന്റിൽ ഇമ്പോർട്ടന്റ് ആണ്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം വെസ്റ്റ് ഏഷ്യ കോൺഫ്ലിക്ട്, ട്രേഡ് ആൻഡ് എനർജി സെക്യൂരിറ്റി. സോ ഇപ്പോഴത്തെ ഒരു കോൺഫ്ലിക്റ്റ്, അതായത് US, ഇസ്രായേൽ, ഇറാൻ, ഈ ഒരു കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ ക്രിട്ടിക്കൽ ഷിപ്പിംഗ് റൂട്ട്സിന് അതേപോലെ തന്നെ എനർജി ഇൻഫ്രാസ്ട്രക്ചറിനെ വളരെ മോശപരമായിട്ട് ബാധിക്കുന്നുണ്ട്. സോ സ്ട്രൈറ്റ് ഓഫ് ഹോർമസിന്റെ ക്ലോഷർ കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം രീതിയിലൊരു വൾനറബിലിറ്റീസ് ഇന്ത്യക്കും ഉണ്ടാക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിതിൽ നോക്കാനായിട്ട് പോകുന്നത്. കീ ഷിപ്പിംഗ് റൂട്ടുകളൊക്കെ തന്നെ വളരെയധികം രീതിയിലൊരു വൾനറബിലിറ്റി ഫേസ് ചെയ്യുന്നുണ്ട്. പേർഷ്യൻ ഗൾഫ്, സ്ട്രേറ്റ് ഓഫ് ഹോർമസിലൊക്കെ തന്നെ ഡിസ്ട്രപ്ഷൻ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതേ കണക്ക് തന്നെ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ്, എനർജി ഇൻഫ്രാസ്ട്രക്ചറിന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസിനും ടാങ്കേഴ്സിനും ഒക്കെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അഗ്രികൾച്ചർ എക്സ്പോർട്ട്, അതേപോലെ തന്നെ എനർജി ഇമ്പോർട്ടുകളൊക്കെ തന്നെ വളരെയധികം ഒരു സസ്പെൻഡഡ് സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. അത് വളരെയധികം രീതിയിൽ ഒരു ട്രേഡ് വൾനറബിലിറ്റി സൃഷ്ടിക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ഏറ്റവും എടുത്തു പറയുന്നത് ഇന്ത്യയുടെ എക്സ്പോർട്ടിന്റെ കീ ആയിട്ടുള്ള ബസ്മതി റൈസിനെ കുറിച്ചാണ്. ആനുവലി നമ്മൾ ബസ്മതി റൈസ് എക്സ്പോർട്ട് ചെയ്യുന്നത് 6 മില്യൺ ടൺസ് ആണ്. അതിന്റെ ഒരു 70 to 75% നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് വെസ്റ്റ് ഏഷ്യൻ കൺട്രീസിലാണ്. സോ ഈ ഒരു കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം രീതിയിൽ ഇഷ്യൂസ് നമ്മുടെ എക്സ്പോർട്ടിംഗ് സെക്ടറിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇതിനൊരു കംപ്ലീറ്റ് സസ്പെൻഷൻ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ബസ്മതി റൈസിന്റെ കീ മാർക്കറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇറാൻ, സൗദി അറേബ്യ, ഇറാഖ് ഒക്കെയാണ്. ഇവിടേക്ക് നമുക്കൊരു അസസ് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ല. ഓക്കെ, ഇറാന്റെ കേസിൽ 1 മില്യൺ ടൺസ് ആണ് ആനുവലി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. സൗദി അറേബ്യ ഒരു മേജർ ബയർ ആണ്. ഇറാഖും UAEയുടെയും കേസിൽ അവരും സിഗ്നിഫിക്കന്റ് ആയിട്ട് മാർക്കറ്റ് ഷെയർ ഉള്ള 2 രാജ്യങ്ങളാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ലോജിസ്റ്റിക്സ് ആൻഡ് പ്രൈസിംഗ് ആണ്. കാരണം ഇത്രയും ഒരു കോൺഫ്ലിക്ട് റീജിയൻ ആയതുകൊണ്ട് തന്നെ ഫ്രൈറ്റ് കോസ്റ്റ് കാര്യങ്ങൾ വളരെയധികം കൂടിയിട്ടുണ്ട്. കണ്ടെയ്നർ ഷോർട്ടേജ് ഒക്കെ തന്നെ ഒരു ഡബിൾ എഡ്ജഡ് സ്വേർഡ് ആയിട്ട് ഇന്ത്യയുടെ മുന്നിലേക്ക് വരികയാണ്. ഇന്ത്യയുടെ എക്സ്പോർട്ട് സെക്ടറിനെ മൊത്തത്തിൽ താറുമാറാക്കുന്നുണ്ട്. അതേ കണക്ക് തന്നെ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനെയും ഇത് വളരെയധികം രീതിയിൽ ബാധിക്കുന്നുണ്ട്. സോ ഷിപ്പ് ഫ്യൂൽ സർജ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഫ്യൂൽ പ്രൈസുകളൊക്കെ തന്നെ ഡബിൾ ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ മാരിടൈം ലോജിസ്റ്റിക്സിനെയും അത് സിവിയർലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഡൊമസ്റ്റിക് പ്രൈസിന്റെ കേസിൽ നോക്കുമ്പോൾ ബസ്മതിയുടെ ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 10 to 15% ആണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. അതേ സപ്ലൈ ചെയിനിൽ അത്രത്തോളം തന്നെ ഡിസ്ട്രപ്ഷൻ വന്നു എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആണത്. ഇനി എനർജി സെക്യൂരിറ്റിയുടെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് സ്ട്രൈറ്റ് ഓഫ് ഹോർമസ്. സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ മോസ്റ്റ് ക്രിട്ടിക്കൽ ഓയിൽ ചോക്ക് പോയിന്റ് ആണ്. അതേ കണക്ക് തന്നെ 1/5 ഓഫ് ഗ്ലോബൽ ഓയിൽ സപ്ലൈ പാസ് ചെയ്യുന്നതും ഈ ഒരു സ്ട്രേറ്റ് ത്രൂ ആണ്. സോ അവിടെ 200-ലധികം ഇന്റർനാഷണൽ ഓയിൽ ടാങ്കേഴ്സിന്റെ ആക്ടിവിറ്റീസ് ആണ് അവിടെ സസ്പെൻഡ് ആയിട്ട് നിൽക്കുന്നത്. സോ അങ്ങനെയാകും ഇന്ത്യയുടെ എനർജി ലൈഫ് ലൈനിൽ ഒരു ഡയറക്റ്റ് ത്രെട്ട് ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾ നാച്ചുറൽ ഗ്യാസിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ. നമ്മുടെ LNG ഇമ്പോർട്ടിന്റെ 40% നമ്മൾ ആശ്രയിക്കുന്നത് ഖത്തറുമായിട്ടുള്ള ലോങ് ടേം കോൺട്രാക്റ്റിലൂടെയാണ്. സോ അവിടെയുള്ള ഈ അറ്റാക്ക് കാര്യങ്ങളൊക്കെ തന്നെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ ടെമ്പററിലി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാകുമ്പോൾ ഇന്ത്യ മറ്റൊരു പാർട്ണറിനെ തേടേണ്ട ഒരു ആവശ്യകത അവിടെ വരുന്നുണ്ട്. ദെൻ LPG ഇമ്പോർട്ടിന്റെ കേസിലായാലും ഒക്കെ തന്നെ ഖത്തർ, സൗദി അറേബ്യയാണ് നമ്മുടെ മെജോറിറ്റി ഓഫ് റിക്വയർമെന്റ്സ് നടത്തുന്നത്. സോ അങ്ങനെയാകുമ്പോൾ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പാർട്ണേഴ്സിലേക്ക് ഇന്ത്യ ഫോക്കസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി ഇന്ത്യയുടെ കേസിലേക്ക് നമുക്ക് വരാം. ഇത്രയും ക്രൈസിസ് കാര്യങ്ങൾ ഇന്ത്യ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഗവൺമെന്റ് പറയുന്നത് ഇറ്റ്സ് എ റീസണബിളി കംഫർട്ടബിൾ പൊസിഷൻ എന്നുള്ള രീതിയിലാണ്. കാരണം നമ്മുടെ സ്ട്രാറ്റജിക് റിസർവ്സ് കാര്യങ്ങളൊക്കെ തന്നെ
സ്ട്രോങ് ആണ് എന്നുള്ള തരത്തിലാണ് ഗവൺമെന്റ് പറയുന്നത്. സോ ഇനി നമ്മള് ഇന്ത്യയുടെ കേസിലേക്ക് വരുമ്പോൾ ഇത്രയും ഒരു ക്രൈസിസ് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് റീസണബിൾ കംഫർട്ടബിൾ പൊസിഷൻ എന്നുള്ള തരത്തിലാണ്. കാരണം അത്രയും നല്ലൊരു സ്ട്രാറ്റജിക് റിസർവ് കാര്യങ്ങൾ ഇപ്പോൾ നമുക്കുണ്ട്. സോ ഒരു ഷോർട്ട് ടേം രീതിയിൽ സപ്ലൈ ഷോക്ക് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെന്റ് പറയുന്നത്. സോ റിസർവ് ടൈപ്പുകൾ നോക്കുമ്പോൾ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതായത് 25 ഡേയ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ആൻഡ് സ്ട്രാറ്റജിക് സപ്ലൈ കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ദെൻ സ്ട്രാറ്റജിക് റിസർവ്സിന്റെ കേസിൽ നോക്കുമ്പോൾ അഡീഷണൽ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ISPR ഫെസിലിറ്റീസ് കാര്യങ്ങൾ നമുക്കുണ്ട്. LNG റിസർവ്സിന്റെ കേസിൽ 2 to 3 weeks ഓഫ് നാച്ചുറൽ ഗ്യാസ് സപ്ലൈ കാര്യങ്ങളൊക്കെ തന്നെ ക്രിട്ടിക്കൽ സെക്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഗവൺമെന്റ് അറിയിച്ചിട്ടുള്ളത്. സോ ഈ ഒരു കോൺഫ്ലിക്റ്റ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ത്രെട്ട് ഇന്ത്യയുടെ പല കാര്യങ്ങളിലും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അഗ്രികൾച്ചർ എക്സ്പോർട്ട് ടു എനർജി സെക്യൂരിറ്റിനെ വരെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു കോൺഫ്ലിക്റ്റ് മാറുന്നുണ്ട്. സോ ഇവിടെ ഏറ്റവും ആവശ്യം എന്ന് പറയുന്ന ഒരു മൾട്ടി പ്രോങ്ഡ് ആയിട്ടുള്ള ഒരു പോളിസി കാര്യങ്ങളാണ്. കാരണം നമ്മൾ വെസ്റ്റ് ഏഷ്യനെ മാത്രം ഹെവിലി ഡിപ്പെൻഡ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം കൂടെ ഇവിടെ വരുന്നുണ്ട്. അതിൽ നിന്ന് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കാര്യങ്ങളിലേക്ക് ഇന്ത്യ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. സോ എക്കോണമിക്കലി നോക്കുമ്പോൾ ഫ്രൈറ്റ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം റൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഡൊമസ്റ്റിക് കമ്മോഡിറ്റീസിന് മേലൊരു ഇൻഫ്ലേഷണറി പ്രഷർ വരാനുള്ള സാധ്യതയും അവിടെ ഉണ്ട്. ദെൻ എനർജിയുടെ കേസിൽ നോക്കുമ്പോൾ ക്രിട്ടിക്കൽ സപ്ലൈ ചെയിന്റെ വൾനറബിലിറ്റി കാര്യങ്ങളൊക്കെ തന്നെ ഒരു റീജിയണൽ ജിയോപൊളിറ്റിക്കൽ ഷിഫ്റ്റിലേക്കുള്ള സാധ്യതകൾ കൊണ്ടെത്തിക്കുന്നുണ്ട്. ദെൻ അതേണക്ക് തന്നെ ലോജിസ്റ്റിക്സിന്റെ കേസിലും വളരെയധികം ഒരു പോർട്ട് ബോട്ടിൽ നെക്സ് കണ്ടെയ്നർ അവൈലബിലിറ്റി ഒക്കെ തന്നെ വളരെയധികം രീതിയിൽ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്ന് തന്നെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ. നമ്മുടെ എനർജി പാർട്ട്നേഴ്സിലെ നമ്മളൊരു ഡൈവേഴ്സിഫിക്കേഷൻ കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. വെസ്റ്റ് ഏഷ്യൻ കൺട്രീസിന് മാത്രമല്ല US, റഷ്യ, ഓസ്ട്രേലിയ എന്നുള്ള തരത്തിലേക്ക് നമ്മുടെ പാർട്ട്നേഴ്സിനെ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യകത ഈ ഒരു ഇഷ്യൂ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദെൻ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കേസിൽ നോക്കുമ്പോൾ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് എക്സ്പാൻഡ് ചെയ്യുക, അതേണക്ക് തന്നെ LNG സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടുക. ദെൻ റിന്യൂവബിൾസിന്റെ കേസിൽ ഗ്രീൻ എനർജി ട്രാൻസിഷൻ കാര്യങ്ങൾ മാക്സിമം ആക്സിലറേറ്റ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ ഫോസിൽ ഫ്യൂൽ ഡിപ്പെൻഡൻസ് നമുക്ക് വളരെയധികം രീതിയിൽ കുറയ്ക്കാനായിട്ടും സാധിക്കും. ദെൻ മാർക്കറ്റ് എക്സ്പാൻഷൻ, അഗ്രികൾച്ചർ എക്സ്പോർട്ട് നമ്മൾ വെസ്റ്റ് ഏഷ്യൻ റീജിയൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്കൊക്കെ തന്നെ എത്തിക്കാനുള്ള മെഷേഴ്സ് കൊണ്ടുവരണം. ആൻഡ് പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് ഇമ്പോർട്ടന്റ് ആണ്. അതേണക്കന്നെ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് റിസർവുകൾ, LNG കോൺട്രാക്ട് കാര്യങ്ങളൊക്കെ തന്നെ നോക്കുക. ആൻഡ് മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് GS2 GS3 ഇന്റർനാഷണൽ റിലേഷൻ, ഇന്റർണൽ സെക്യൂരിറ്റിയിലെ ഈ ഒരു തീം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആയാലും എഡിറ്റോറിയൽസ് ആയാലും ഒക്കെ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. മറ്റൊരു സെഷനുമായിട്ട് നാളെ നമുക്ക് കാണാം. താങ്ക് യു.